കിട്ടൂല. മുത്തുനബി തങ്ങളെ ഒന്ന് സ്വലാത്ത് ചൊല്ലാനോ ഹബീബിന്റെ മേൽ സ്വലാത്തും സലാമും വർദ്ധിപ്പിക്കുകയോ ഹബീബിന്റെ ഏതെങ്കിലും ഒരു സുന്നത്തെങ്കിലും ജീവിതത്തിൽ പകർത്താതെ. ചെറുപ്പക്കാരൊക്കെ നല്ല നീണ്ട താടിയൊക്കെ വെക്കുന്നുണ്ട്. ഉസ്താദന്മാരെക്കാട്ടും ഖത്തീബുമാരെക്കാളൊക്കെ നല്ല ചുരുക്കുള്ള താടി, നല്ല താടി അല്ലേ, നല്ല നീളമുള്ള താടിയൊക്കെ വെച്ച് ചെറുപ്പക്കാരെ കാണാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. ഇത് റിയാലിറ്റി ഷോയുടെ ഒരു ഭാഗം ഒരാൾ കാണിച്ചു തന്നു. ഗാലറിയിൽ മുഴുവൻ ഇരിക്കുന്നത് താടില്ല ചെറുപ്പക്കാർ. യാ അല്ലാഹ്, ഒരൊറ്റ കുട്ടിക്ക് താടില്ലാത്ത ഒക്കെ ഒരേ സൈസ്, ഒരു മുഴക്ക നീളമുള്ള താടിയൊക്കെ ഉണ്ട്. പിന്നെ മനസ്സിലായത് ഏതോ സിനിമന്റെ ഭാഗമാണ്. സുബ്ഹാനല്ലാഹ്. പ്രേമാണല്ലോ ചിലർക്ക്. ആ താടി ഇനിയിപ്പം വെച്ചോലിഞ്ഞ് പഠിക്കണ്ട, അത് അള്ളാഹ്ക്ക് വേണ്ടി നിയത്ത് ചെയ്യും. ഇത് ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാം. നിങ്ങൾ ചെയ്തത് അള്ളാഹ്ക്കാണെങ്കിൽ നിലനിർത്തി പോയിക്കോളി. ഇനിയിപ്പോൾ അത് പഠിക്കണ്ട, അവിടെ ഒന്നോട്ടെ. താടി സുന്നത്താണ്. ചെറുതെങ്കിലും ഒരു താടി അവിടെ കിടന്നോട്ടെ. ഉറങ്ങണ നേരത്തെ വരെ സുന്നത്ത് ഇങ്ങനെ എഴുതി വരും. താടിയുണ്ട് താടിയുണ്ട് താടിയുണ്ട്. ഓരോ സെക്കൻഡിലും അതവിടെ ഉണ്ടല്ലോ. ടോയ്ലറ്റ് പോയാൽ ദിക്റെല്ലാം പറ്റില്ല, അവിടെ താടി അവിടെ ഉണ്ട്. ആ കൂലി അപ്പോഴും കിട്ടും. ഉറങ്ങുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, താടി വെച്ചിട്ടുണ്ട്, ആ കൂലി ഇങ്ങനെ കിട്ടും. ആ വെച്ച സിനിമ താടിയൊക്കെ ഉണ്ടല്ലോ, ഇനി എന്ത് ചെയ്യുക? അള്ളാഹ്ക്ക് വേണ്ടിയാക്കി മാറ്റുക. നീട്ടിക്കോളി, നീട്ടം തോറും കൂലി തന്നെയാണ്. അത് അള്ളാഹ്ക്ക് വേണ്ടിയാക്കുക. അല്ലാതെ ആയി പോയാൽ ആ മുഖത്തൊരു വെളിച്ചം കാണില്ല. വേറങ്ങ് മനസ്സിലാവും. ഈമാന്റെ താടിയും അല്ലാത്ത താടിയും മുഖം കണ്ടാൽ മനസ്സിലാവും ഇത് ഏതാ വകുപ്പ്. എന്ത് ചെയ്യാ? അള്ളാഹ്ക്ക് വേണ്ടിയാക്കി മാറ്റാം. ഒരു അമലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കിടക്കട്ടെ. ഫാൻസൊക്കെ എന്ത് ചെയ്യുക? ചെറുപ്പക്കാർ ഒന്ന് ഞെരിയാണ്ട് മേലേക്ക് ആക്കി വെക്കുക. ഒന്നോ രണ്ടോ നമ്മുടെ ജീവിതത്തിലേക്ക് ഹബീബിനോടൊരു ഹുബ്ബ് വരാൻ. എന്റെ റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് വേണ്ടേ? എന്റെ നബി തങ്ങൾ എന്നെ ഇങ്ങനെ കണ്ടാൽ എന്റെ നബിക്ക് ഇഷ്ടാവോ ഞാൻ ഈ കോലം കെട്ടി നടക്കണത്? നമ്മൾ രണ്ട് സൈഡും ഷെയ്വ് ചെയ്യുന്ന ഒരു തരം ഹെയർ കട്ടിങ്. സൈഡ് ഷെയ്വ് ചെയ്യുക, എന്നിട്ട് മേലെ മുടി നിർത്തുക. അത് ഹറാമായ കട്ടിങ് ആണ്. ഉസ്താദന്മാരൊക്കെ നമ്മുടെ പള്ളിയിൽ ഉസ്താദന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് ഹറാമായ കട്ടിങ് ആണ്. ഹൽക്ക് ചെയ്യുക, സൈഡൊക്കെ ഹൽക്ക് ചെയ്തിട്ട് പോലീസ് കട്ടെന്നൊക്കെ പറയില്ലേ, ഫുള്ള് ഷെയ്വ് ചെയ്തിട്ട് അല്ലെങ്കിൽ വളരെ കട്ടി കുറച്ചിട്ട് മീതെ കുടുമയായി മുടി നിർത്തുക. യാ അല്ലാഹ്, അത് പൈശാചികമാണ്, കുറ്റമാണ്, ഹറാമായ കട്ടിങ്ങാണ്. അത്ര തലമുടി ഇന്റേതല്ലേ, അള്ളാഹുവിന് നിന്റെ തലയുടെ മേൽ നിയമമുണ്ട്, അതനുസരിച്ച് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. ആ വല്ലാത്തൊരു പുടുത്തം വിട്ട കോലം കെട്ടൊന്നും എന്ത് ചെയ്യണ്ട, ചെയ്യല്ലേ. അങ്ങനെ നമ്മളെങ്ങാനും മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഫം നമ്മുടെ മയ്യത്ത് കാണാൻ വേണ്ടി മനുഷ്യന്മാർ ഉസ്താദന്മാരൊക്കെ വരൂലേ, ദ്വാരക്കാനൊക്കെ വരൂലേ, അവരൊക്കെ മുഖം കാണുമ്പോ പടച്ചോനെ ആ തലമുടി ഒന്ന് നോക്കി, എന്താപ്പാ കോല ചെറുക്കന്റെ. അതിൻ്റെ ഇടയ്ക്ക് കുറെ ചിത്രങ്ങളും വരച്ചിട്ട്. ഇതൊക്കെ ദുന്യാവും ആഖിറല്ലാത്ത കുറെ ബ്രസീലുകാരും ജർമ്മൻകാരൊക്കെ ഉണ്ട് കളിക്കാര്. അവർക്ക് ദുന്യാവും ആഖിറൊന്നുമില്ല. അവർക്ക് ഈ ദുന്യാവുമ്പോൾ തന്നെ കഴിഞ്ഞ് തീരാനുള്ളതാണ്. അവർ ചെയ്തു കൂട്ടുന്നതൊക്കെ നമ്മുടെ ഈ ചുറ്റുപാടിൽ ഈമാനികമായി ജീവിക്കേണ്ട നമ്മൾ കോപ്പി അടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ല. നിങ്ങൾ ആ കോപ്പി അടിച്ച ജർമ്മൻ ബ്രസീൽ കളിക്കാരൊക്കെ ഉണ്ടല്ലോ, ഓലെങ്ങട്ടാ പോവാ, ഓല കൂടെ പോകാൻ പറ്റും. അത്രയും കിട്ടുന്ന മെച്ചം അതാണ്. അവർ സ്വർഗത്തേക്കാണെങ്കിൽ സ്വർഗത്തേക്ക് തന്നെ കേട്ടോ, ഒരു സംശയമല്ല. അവർ സ്വർഗത്തേക്കല്ലെങ്കിൽ മറ്റൊടത്ത് പോലെ കൂടെ പോണ്ടി വരും. നീ ആരെ സ്നേഹിക്കുന്നുവോ നീ ഓരോ കൂടെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നിങ്ങൾ ആരുടെ സ്റ്റൈല് സ്വീകരിക്കണം നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഓരോ കൂടെ അങ്ങ് പോവാ. ഓല അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര് സ്വാലിഹീങ്ങളുമാണ്, ഓരോ കൂടെ പോകാം. അല്ലേ? അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.